ഹലോ, നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഘോഷയാത്ര ദിവസമാണ്. അപ്പോൾ നമ്മൾ ജംഗ്ഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജംഗ്ഷനിലാണ് വൻ സെറ്റപ്പ് പരിപാടികളുള്ളത്. എല്ലാ വർഷത്തെ പോലെയാണ് നാടൻ പാട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ യൂണിയൻകാരും വൻ ഡെക്കറേഷൻസാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ റബ്ബർ കാർഡ് വരെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അവിടെ ഒരു വെടി പൊട്ടുന്നത് കണ്ടത്. ആനയൊക്കെ വരുന്നതിന് മുന്നേ ഒരു ട്രയൽ നടത്തിയതാണെന്ന് തോന്നുന്നു. പക്ഷേ ട്രയൽ അടിപൊളിയായിരുന്നു. അത് ഗംഭീരമായിരുന്നു. ദൂരെ നിന്ന് കണ്ടതുകൊണ്ടാണോ എന്തോ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മാറിപ്പോയി നിന്ന് കണ്ടു കേട്ടോ. ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയി വേറൊരു സ്ഥലത്ത് നിന്നിട്ടാണ് കണ്ടത്. തിടമ്പൊക്കെ എടുത്ത് വരുന്നത് വേറെ ആരുമല്ല, പേരൂർ ശിവനായിരുന്നേ. അങ്ങനെ ആനയുടെ കൂടെ തന്നെ നമ്മൾ തിരികെ ഇങ്ങ് പോകുന്നു കേട്ടോ. ഇവിടെ വന്ന് നിന്നപ്പോൾ ഇത്രയും ജനത്തിരക്കാണ്. പല സൈഡിൽ നിന്നും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുറേയധികം പുതിയ ഫ്ലോട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. പക്ഷേ അവിടെ ജംഗ്ഷൻ ആയതുകൊണ്ടും ലൈൻ കമ്പി താഴോട്ട് വന്ന് കിടക്കുന്നതുകൊണ്ടും ഇതൊന്നും ഉയർത്തിയൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. നേരെ വന്നു, നേരെ പോയി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. DJ ഒക്കെ വൺ സെറ്റപ്പായിരുന്നേ. ഇതൊന്നും പക്ഷേ അവിടെ വെച്ച് നടത്താനായിട്ട് പോലീസ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ പുഷ്പാഭിഷേകം നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു കേട്ടോ ആനയിൽ നിന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അത് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഘോഷയാത്ര അതിഗംഭീരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പേരൂർ ശിവ തിരികെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളേ.